ഇപ്പോൾ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന കൊല്ലം സ്വദേശിയായ ഷാനവാസാണ്. നിങ്ങൾ പലരും ഇദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ടായിരിക്കും. കാരണം പൊതുപരിപാടികൾ സിനിമാ താരങ്ങളൊക്കെ പങ്കെടുക്കുന്ന നിരവധി സാംസ്കാരിക രാഷ്ട്രീയ പരിപാടികളിലൊക്കെ തന്നെ അദ്ദേഹം ഒരു ചെറിയ വിൽപ്പനയായിട്ട് എത്താറുള്ള വ്യക്തിയാണ്, ഈ കറ കളയുന്ന മരുന്നുമായി. പക്ഷേ ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നതല്ല. അദ്ദേഹത്തിൻ്റെ കൈവശം ഒരു 2-3 ആൽബമുണ്ട്. ഈ ആൽബത്തിൽ കാണുന്നത് പോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമല്ല, കേരളത്തിലെ ഏതാണ്ട് എല്ലാ സാംസ്കാരിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും പ്രവർത്തിക്കുന്ന 1000-ഓളം ആളുകളുടെ ചിത്രങ്ങൾ അദ്ദേഹം ഒരു നിധി പോലെ സൂക്ഷിക്കുകയാണ്. അതിനെപ്പറ്റി അദ്ദേഹത്തിനോട് ചോദിക്കാം. ഒരു നിധി പോലെ സൂക്ഷിക്കുകയാണ് 1000 പേരുടെ അല്ലേ? 1500 മേപ്പോട്ടുണ്ട്. ഉണ്ടെങ്കിൽ പോലും ഞാനൊരു 1500 പേരെ എടുത്തിൽ ഒരാളെ കണ്ടിട്ടേ ഉള്ളൂ, എടുക്കാൻ പറ്റിയിട്ടില്ല. അദ്ദേഹമായിട്ട് എന്ന് ഞാൻ ആ ഫോട്ടോ എടുക്കുന്നു അന്ന് ഇത് നിർത്തിവെക്കും ഞാൻ. അത് മോഹൻലാൽ സാറാണ്. മോഹൻലാൽ സാറിനെ ഒഴിച്ച് ബാക്കി എല്ലാവരുമായിട്ട് മന്ത്രിമാർ, എം പിമാർ, MLA മാർ, സിനിമ എല്ലാം അഭിനയിക്കുന്ന മമ്മൂട്ടി സാറായാലും ശരി, എല്ലാവരുമായിട്ട് ചുരുക്കം പറയാൻ പിന്നെ യേശുദാസ് സാറ്, ചിത്ര ചേച്ചി, പിന്നെ വേണുഗോപാൽ സാറ്, എം ജി ശ്രീകുമാർ സാറ്, ഫാസിൽ സാർ, എല്ലാം ഈ നടന്മാർ, നടികൾ, സംവിധായകന്മാർ, മന്ത്രിമാർ, MP മാർ, MLA മാർ, അങ്ങനെ എല്ലാവരുമായിട്ട്. എങ്ങനെ ചിത്രം എടുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഗൾഫിലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വന്നപ്പോൾ ഒരു കുറഞ്ഞ ഒരു ക്യാമറ ഉണ്ടായിരുന്നു. ആ ക്യാമറയിലാണ്, വീഡിയോയിൽ മൊബൈലിനകത്ത് എടുത്ത ഫോട്ടോസൊന്നും അല്ല. അപ്പോൾ അത് കൊണ്ടുവന്ന് ഇത് കണക്ക് ഒരു ചെറിയ 110 രൂപ എടുക്കുമ്പോൾ ഒരു ഫിലിം കിട്ടും. ആ ഫിലിം ഇട്ട് ഇത്രയും ആൾക്കാരെ എടുക്കും, കൊണ്ടുപോയി കഴുകി കാണാനിടയ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഞാൻ എൻ്റെ അവിടെ പോയിട്ടൊന്നും വലുതായിട്ടൊന്നും രക്ഷപ്പെട്ടില്ല. അപ്പം നാട്ടിൽ വന്ന് കുറച്ച് ഈ വസ്ത്രങ്ങൾ കറകളയുന്ന മരുന്നുകളുമായിട്ട് സമ്മേളന സ്ഥലത്തും സിനിമ ഷൂട്ടിംഗ് സ്ഥലത്തും ഈ ഗാനമേള സ്ഥലത്തും പല സ്ഥലങ്ങളിലും ഞാൻ പോകുന്ന സ്ഥലത്തൊക്കെ മന്ത്രിമാരും MP മാരൊക്കെ വരും. അവരെ കണ്ടിട്ട് പറയും, സാർ ഇത് കണക്ക് എനിക്ക് വളരെ എന്ന് പറഞ്ഞാൽ ഏത് ബിസിനസ് ആരെ കൊണ്ടും പറ്റത്തില്ലേ. മന്ത്രിമാർ, MP മാർ, MLA മാർ, ഈ മമ്മൂട്ടി സാറായാലും ഗായകന്മാരായാലും കലാകാരന്മാരായാലും എല്ലാവരുമായിട്ട് കാണാനും അവരോടൊത്ത് ഒന്ന് സംസാരിക്കാനും അവരോടൊത്തൊരു ഫോട്ടോസൊക്കെ എടുക്കണമെന്ന് പറഞ്ഞാൽ അത് ഒരു മോശപ്പെട്ട കാര്യമല്ല. പിന്നെ പല ആൾക്കാരും എൻ്റെ ഈ ആൽബങ്ങൾ കണ്ടു ആൽബമാക്കി മാറ്റാനുള്ള ചിന്ത എങ്ങനെയായിരുന്നു അതെന്ന് പറഞ്ഞാൽ നമുക്കെന്ന് പറഞ്ഞാൽ ഈ വലിയ മൊബൈലുമായിട്ടുള്ള വലിയ ടച്ചിങ് ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. മൊബൈലൊക്കെ ഈ ഇടയ്ക്ക് വന്നതാണ്. അപ്പോൾ ഇതിനു മുമ്പേ ഞാൻ ഒരു ദിവസം സുരേഷ് ഗോപി അണ്ണനെ കണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരനെ പറയട്ടെ, ഞാൻ ഇന്നലെ സുരേഷ് ഗോപി അണ്ണൻ പറയും, ഓ നീ മാത്രമേ ഉള്ളൂ മന്ത്രിമാരെയും സുരേഷ് ഗോപി സാറിനെയും മോഹൻലാലിനെയും മമ്മൂട്ടിയൊക്കെ കാണുന്നത്, ഞങ്ങളാരും കാണുന്നില്ലെന്ന് പറഞ്ഞപ്പം എനിക്ക് തെളിവുകളൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ആ സാറ് പോകുന്ന എല്ലാ ഷൂട്ടിംഗ് സ്ഥലത്തും എല്ലാം പോയി എല്ലാവരെയും കണ്ട് കേട്ട് ഫോട്ടോസ് എടുത്ത് ആൽബത്തിലാക്കി കാണിക്കുമ്പോൾ അവർക്കതൊരു വിശ്വാസമാവും. എത്ര ആൽബം വീട്ടുണ്ട് എൻ്റെ എല്ലാം കൂടെ ഒരു 25 ആൽബം ഉണ്ട്. അത് ചുമന്ന് നടക്കുകയാണ്. മോഹൻലാൽ അണ്ണനുമായിട്ട് എന്ന് ഫോട്ടോസ് എടുക്കണോ അന്ന് ഞാൻ എൻ്റെ ഇത് നിർത്തും. എൻ്റെ 18ാമത്തെ വയസ്സിൽ ഞാൻ ഇങ്ങനെ പോകുന്ന സ്ഥലത്തൊക്കെ ഷൂട്ടിങ് നടക്കുന്ന സ്ഥലത്ത് എൻ്റെ ആൽബങ്ങളും കൊണ്ട് ഞാൻ പോകും. അവിടെ ചെല്ലുമ്പം ഒരുമാതിരിപ്പെട്ടവരെ എന്നാൽ അത് കയറ്റി വിടത്തില്ല വാച്ചറൊന്നും. അപ്പം ഞാൻ പറയും, സാറേ ഞാൻ ഈ മമ്മൂക്കായിട്ടും എല്ലാ നടന്മാരും നടികളും എല്ലാവരുമായിട്ട് എടുത്ത ഫോട്ടോസ് കാണിക്കുമ്പോൾ അവർ കാണുമ്പോൾ അവർക്കൊരു വിശ്വാസം ഉണ്ടാകും. ആ വിശ്വാസത്തിൻ്റെ പുറത്ത് എന്നെ എല്ലാ സ്ഥലങ്ങളിലും കയറ്റി വിടും. അവരെ പോയി കാണും, അവരെ അനുവാദം മേടിക്കും, ഫോട്ടോസ് എടുക്കും, അവരോടൊത്ത് കുറച്ച് നേരം സംസാരിക്കും, അവരെന്നോട് കുറച്ച് കാര്യങ്ങൾ പറയും, കേട്ട്. അതിൽ ഗണേഷ് കുമാർ എന്ന് പറഞ്ഞ സാറില്ലേ, ഇത്രയും ഞാൻ ബാക്കിയുള്ളൊരു മോശമൊന്നുമല്ല, എന്നോടൊത്ത് ആരെല്ലാം ഫോട്ടോ എടുത്തിട്ടുണ്ടോ, ഞാൻ ആരോടൊക്കെ എടുത്തിട്ടുണ്ടോ അവരെല്ലാം എൻ്റെ പ്രിയപ്പെട്ടവരാണ്. എന്നാലും ഗണേഷ് കുമാർ എന്ന് പറഞ്ഞ ഒരാൾ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ആദ്യമായിട്ടൊരു പടത്തിൽ വന്നതായിരുന്നു, ഇരകൾ എന്ന് പറഞ്ഞ സിനിമ. ആ ഷൂട്ടിങ് കണ്ട് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഭൂമിയിലെ രാജാക്കന്മാർ എന്നൊരു പടം. അപ്പോൾ ഞാൻ ഇതണക്ക് ഒരു തിരുവനന്തപുരത്ത് ഒരു കച്ചവടത്തിന് തെരുവിൽ കൂടെ, അന്ന് പാർട്ടി സമ്മേളനമൊന്നുമില്ല, തെരുവിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഗണേഷ് കുമാറാണ് അവിടെ നിൽക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞ്, അണ്ണനെ ഞാൻ എവിടെ വെച്ച് കണ്ടല്ലോ, എന്നാ പറ എവിടെ വെച്ച് കണ്ട്. ഞാൻ പറഞ്ഞു, ഇതാണ് കണ്ണൻ്റെ സിനിമ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചുമ്മാങ്കിലും പറഞ്ഞ്, ഇനി എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ എൻ്റെ എണ്ണം മറക്കും. അപ്പോൾ എനിക്കൊരു കാർഡ് എന്നിട്ട് പറഞ്ഞു, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്പറിൽ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു ടെലിഫോൺ നമ്പർ തന്നു. എന്നിട്ട് ഒരു കുറേ കാലം കഴിയുമ്പോൾ പന്മന മാന്നാർ ഇവിടെ ഒരു സ്ഥലത്ത് ഞാൻ ഇങ്ങനെ തെരുവിൽ കൂടെ പോവുകയായിരുന്നു. ഞാൻ അദ്ദേഹത്തിനെ കണ്ടില്ല. അപ്പോൾ നോക്കിയപ്പോൾ ഒരു 2-3 പേര് കതറിട്ടുണ്ട് എന്നിട്ട് ഒരാൾ വിളിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ച് എൻ്റെ സാധനങ്ങൾ വാങ്ങിക്കാൻ പറഞ്ഞ് ചെന്നപ്പോൾ ഗണേഷ് കുമാർ അണ്ണനായിരുന്നു. അപ്പോൾ എൻ്റെ ചോദിച്ച്, അന്ന് അവിടെ വെച്ച് കണ്ട ഓർമ്മയുണ്ടോ? അന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല, ഇവിടെ വെച്ച് കണ്ടാലും മറക്കരുത്. അങ്ങനെ കണ്ട് കുറച്ച് നേരം സംസാരിച്ചു. അതേപോലെ പല ആൾക്കാരും എന്നെ കാണുന്നുണ്ട്. അവരെ ബാല്യകാലവും എൻ്റെ ബാല്യകാലവും അവരെ ഏറ്റവും ഇപ്പം മുകേഷ് സാറും ഷാനവാസോട്ടുള്ള ബാല്യകാലമാണ് ഇത്. മുകേഷാണ് ഇപ്പോൾ MLA ആയതിനു ശേഷമുള്ള ഞങ്ങളെ വയസ്സായ കാലങ്ങളാണ്. ഇനി കുറേ കാലം കൂടെയൊക്കെ നടക്കാൻ പറ്റുന്ന കാലം വരെ ഈ വലിയ ഇതൊക്കെ ആയിട്ട് നടക്കും. എന്തായാലും അങ്ങയുടെ ആഗ്രഹം മോഹൻലാലിനെ കാണണമെന്നാണ്. ആഗ്രഹം സഫലമാകട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും നടക്കട്ടെ. ക്യാമറമാൻ അഖിലേഷ് കുടുംബനൊപ്പം സുജിറ്റി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.